വ്യാസന്റെ. ഇവിടെ ആടിപ്പാടി ജീവിക്കുന്നതിനേക്കാൾ അതീതമായ ഒരു സുഖവും നിങ്ങൾക്ക് എവിടെയും ലഭിക്കില്ല എന്ന് പറയുന്നു ആ മണ്ണെങ്കിൽ 66-ാമത്തെ ഗാനം നമ്മളെ പഠിപ്പിക്കുന്നത് മഹത്തായ ചില ആശയങ്ങളാണ്. ആരാണ് ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലിദാനം നൽകിയത് എന്ന് പറയുന്നു. അതുകൊണ്ട് അവരെ കുറിച്ചുള്ള ഓർമ്മകളാണ് 66-ാമത്തെ ഗാനം. വരുന്നു ഞങ്ങൾ സ്വാതന്ത്ര്യത്തിൻ ബലിപീഠങ്ങൾ തേടി, വരുന്നു നിങ്ങൾ പൊരുതി മരിച്ചൊരു പുണ്യപദങ്ങൾ തേടി, പുണ്യപദങ്ങൾ തേടി. വേണ്ടി ജീവൻ ബലിദാനം നൽകിയ ആളുകൾ അവരുടെ സമാധി ഭൂമിയെ തേടിയല്ലാതെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ, ജീവിക്കാൻ കഴിയുമോ? നോക്കൂ, മുഹമ്മദ് ഗസ്നിയെ പൃഥ്വിരാജ് ചൗഹാൻ 16 പ്രാവശ്യം തോൽപ്പിച്ചു. ജയദേവന്റെ സഹായത്തോടു കൂടി പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗസ്നി തോൽപ്പിച്ചു. പിടിച്ചു കെട്ടിയ ഉടനെ 2 കണ്ണും കുത്തി പൊട്ടിച്ചു വന്നു. പക്ഷെ ഇദ്ദേഹത്തിന് ശബ്ദഭേദി ബാണയക്കാൻ അറിയാമായിരുന്നു. കണ്ണുകൾ മൂടിക്കെട്ടി ശബ്ദമുണ്ടാകുന്ന സ്ഥലത്തേക്ക് ബാണം അയക്കുവാൻ അറിയാവുന്ന വിദ്യ ഇദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഗസ്നി പറഞ്ഞു, എനിക്കിതൊന്നും കാണണം. അങ്ങനെ ഗസ്നി ഒരുപാട് കുടങ്ങൾ അവിടെ കെട്ടിത്തൂക്കാൻ പറഞ്ഞു. ആ കുടങ്ങൾ കടിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ബാണം കൊണ്ട് പൃഥ്വിരാജ് ചൗഹാൻ ഈ പറയുന്ന കുടങ്ങളെല്ലാം തട്ടിമറിച്ചിട്ട് അദ്ദേഹത്തിന്റെ അസ്ത്രം കൊണ്ട് ചിതറി തെറിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം കണ്ട് ഒടുവിൽ സഹികെട്ട് ആഹ്ലാദത്തോടുകൂടി സബാഷ് 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 എന്ന് ഉറക്കെ ഗസ്നി പറഞ്ഞു എന്നും 7ാമത്തെ ബാണം ഗസ്നിയുടെ തൊണ്ടയിലൂടെ കടന്നുപോയി എന്നും ഒരു ചരിത്രം പറയുന്നു. അങ്ങനെയുള്ള ധീരന്മാരായ യോദ്ധാക്കളുടെ റാണാ പ്രതാപിന്റെ വാളിന് 1.25 കിൻഡൽ വെയിറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടാറുണ്ട്. റാണാ പ്രതാപൻ തന്റെ മക്കൾ മരിച്ചപ്പോൾ കരഞ്ഞിട്ടില്ല. പക്ഷെ റാണാ പ്രതാപൻ കരഞ്ഞത് റാണാ പ്രതാപന്റെ കുതിര മരിച്ചപ്പോഴാണ്. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് ശരവേഗതയിൽ ഓടിയ കുതിര യുദ്ധഭൂമിയിൽ വെച്ച് മരിച്ചപ്പോൾ കരഞ്ഞു പോയിട്ടുണ്ട് റാണാ പ്രതാപൻ. ഒരു കുതിര പോലും ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നിരന്തരം പോരാടിയ ചരിത്രമാണ് ഈ ഭാരതത്തിന് പറയുവാനുള്ളത്. 74-ാമത്തെ ഗാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ഈ രാഷ്ട്രത്തോടുള്ള സമർപ്പണമാണ്. ഒരു വരത്തിനു വേണ്ടി മാത്രം വ്രതമെടുത്തവരാണു നമ്മൾ, അതിനു ജീവിതമാർഗമാനും സ്വയമൊഴിഞ്ഞവരാണു വിവിധ ഭാഷകൾ വേഷഭൂഷ സഹിതമെങ്കിലുമേകരാഷ്ട്രം വിപുലമാണ് വിദൂരമാണെന്നാകിലും പരമേകഗോത്രം കോടി കോടി ജനങ്ങൾ നമ്മുടെ പ്രതിദിനം
ജനത്തിനു വേണ്ടി മാത്രം വ്രതമെടുത്തവരാണ് നമ്മൾ. അതിനു ജീവിതമാകമാനം സ്വയമൊഴിഞ്ഞവരാണ് നമ്മൾ. ഇഷ്ടദേവതയൊന്നു മാത്രം ദിവ്യഭാരത മാതൃഭൂമി, ഈ മണ്ണാണ് നമ്മുടെ ഇഷ്ടദേവത. ഈ മണ്ണിൽ പിറന്നതാണ് എന്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് സമർപ്പണത്തിന്റെ ഈ ഒരു ഗാനം എന്ന് നാം ഓർക്കുക. ഒരുപാട് ഗാനങ്ങളുണ്ട്. അത് 90ാമത്തെ ഗാനം നമ്മൾ എടുക്കുമ്പോൾ ഈ കേരളത്തെ കുറിച്ചുള്ള ഒരു ഗാനം അതിൽ വളരെ വിസ്തരിച്ച് എഴുതിയിരിക്കുകയാണ്. ഇതൊക്കെ ആരെഴുതിയെന്ന് നമുക്കറിയില്ല. ഒരുപാട് ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. ഈ കേരളത്തെ കുറിച്ച് ഒരുപാട് ഗാനം എഴുതിയ കൂട്ടത്തിൽ ONVയുടെ ഗാനമുണ്ട്. ONV കുറുപ്പ് ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ഒരു പുസ്തകത്തിൽ. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതിയത് സ്വർഗീയ പരമേശ്വരിയാണ്. പക്ഷെ ഇതിലൊരു കാഴ്ചപ്പാടുണ്ട് എഴുതിയവർക്ക്. ദേവിതൻകള നാളമണിയും പുഷ്പമാലികയായിടേണ്ട, കോവിലിൽ കൊണ്ടൊളി പടർത്തും ദീപമാലികയായിടേണ്ട, വാനമതിലം പേരിടും ആധാരശിലയായി തീർന്നതാവും. അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയിലെ ഒരു പൂവായിട്ട് എനിക്ക് മാറേണ്ട. അമ്മയുടെ ശ്രീകോവിൽ വിളങ്ങി നിൽക്കുന്ന ആ വിളക്കുകളിൽ ഒരു തിരിയായിട്ട് എനിക്ക് മാറേണ്ട. ഭാരമതിലം പേരിടും അമ്മയുടെ ഭാരത്തെ വഹിക്കുന്ന ആരും കാണാത്ത ഒരുപാട് കല്ലുകളിൽ ഒരു കല്ലായിട്ട് എനിക്ക് മാറിയാൽ മതി എന്ന് പറയുന്ന ഉദാത്തമായ കാഴ്ചപ്പാട്. എന്റെ പേര് പത്രത്തിൽ അച്ചടിച്ചു വരേണ്ടതില്ല. എന്റെ കഴുത്തിൽ നോക്കുമാല വന്ന് വീഴേണ്ടതില്ല, പൂമാല വന്ന് വീഴേണ്ടതില്ല. ഈ കല്ലുകളിൽ എവിടെയെങ്കിലും ഒരു കല്ലായി ഈ അമ്മയുടെ ഭാരത്തെ മുഴുവൻ വഹിക്കുവാനുള്ള ഭാഗ്യത്തെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഈ ഗാനങ്ങൾ എഴുതിയത് എന്നതുകൊണ്ട് അവിടെ നിന്നും പേരുകൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പരിചയമില്ല. പക്ഷെ ഇതിലെഴുതിയ 158 ഗാനങ്ങളിലും നിറഞ്ഞ ദേശഭക്തി അങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് എന്നറിയണം. അതില് 90ാമത്തെ ഗാനം ഇങ്ങനെയാണ്: നിളയൊഴുകി പടരും വഴി നീളെ പെരിയാറിൻ കുളിരുകൾ താണ്ടി പുതിയയുഗ പൊൻപേ കടലിൽ പൂർണ്ണത തേടി വരുന്നു ഞങ്ങൾ, പൂർണ്ണത തേടി വരുന്നു. പദവി പൂർണ്ണവഴി കൈകൾ അടിച്ചു ഈ കേരളത്തിലും ഒരുപാട് പോരാട്ടങ്ങൾ വീരപഴശ്ശിയെ പോലെയുള്ള വേലുത്തമ്പി ദളവയെ പോലെയുള്ള മഹാത്മാക്കൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ടോ എന്നതാണ് ചരിത്രത്തിലെ നിർഭാഗ്യകരമായ സംഭവം. ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടനെതിരെയുള്ള പോരാട്ടത്തെ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഓർക്കുക, ബ്രിട്ടീഷുകാർക്കെതിരെ 200 വർഷം പോരാടിയവരുടെ കൂട്ടത്തിൽ പഴശ്ശി രാജാവ് ഉണ്ടായിരുന്നു, വേലുത്തമ്പി ദളവ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് മഹാത്മാക്കൾ ജീവൻ ആഹുതി നൽകിയിട്ട് തന്നെയാണ് ഈ പറയുന്ന മഹത്തായ ഈ സംസ്കാരത്തെ നിലനിർത്തിയത് എന്ന് നാം ഓർക്കുക. അടുത്തത് 103ാമത്തെ ഗാനമാണ്. അതൊരു ആഹ്വാനമാണ് നമ്മളോട്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഭാരത് ഒരുപാട് വലുതായി. ഇന്ന് ഭാരതത്തിലേക്ക് വരുവാൻ വേണ്ടി റഷ്യയുടെ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും മാപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അന്നങ്ങനെയൊക്കെ പറഞ്ഞു പോയി, നിങ്ങളൊന്നും മനസ്സിൽ വെക്കരുത് എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ ലോകം നിങ്ങളെ തേടി. ശക്തിയാണ് ജീവിതം, ദുർബലത മരണമാണ്. ഭീരു പലവട്ടം മരിച്ചാലും വീണ്ടും ഭീരുവായി തന്നെ ജനിക്കുന്നു. ധീരൻ ഒരിക്കലേ മരിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ധീരരായിരിക്കുക. അതുകൊണ്ട് ഒരുപാട് കടമകളും കർത്തവ്യങ്ങളും നമുക്ക് വരുംകാലങ്ങളിൽ ചെയ്യുവാനുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുന്നതാണ് 103ാമത്തെ ഈ ഗാനം. ഉയരും ഭാരത ഭൂവിൻ വിശ്രുത വിജയ പതാക പരത്തട്ടെ, ഉണരും പാലിനുമേ വഴി കാക്കും നേതൃത്വം പുനരുയരട്ടെ, നേതൃത്വം പുനരുയരട്ടെ. പണ്ടുമുതൽ നീ പാലിനു മുഴുവൻ പാത തെളിച്ചതും
സുഹൃത്തുക്കൾ, 2300 വർഷക്കാലത്ത് നിരന്തര വൈദേശിക ആക്രമണത്തിന് പാത്രീഭൂതമായ മണ്ണാണ് എന്റെ ഭാരതം. BC 326 മാസിഡോണിയയിൽ നിന്നും അലക്സാണ്ടർ വന്നു. യവന്മാരും ശാകന്മാരും ഹൂണന്മാരും കുശാനന്മാരും എന്റെ മണ്ണിൽ ഇല്ലാതാക്കാൻ നോക്കി. ഹിന്ദുവിനെ നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. AD 711 മുഹമ്മദ് ബിൻ കാസിമിൽ തുടങ്ങിയ ആക്രമണം 1100 മുതൽ ഗസ്നിയും ഗോറിയും ഖിൽജിയും തുഗ്ലക്കും ബാബറും ഹുമയൂണും ഷാജഹാനും മഹമൂദ് ഷാ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തിയ 700 വർഷക്കാലത്തെ ഇസ്ലാമിക രാജാക്കന്മാരുടെ ഭീകര ആക്രമണങ്ങൾക്ക് പാത്രീഭൂതമായ മണ്ണ്, 40,000-ൽ പരം ക്ഷേത്രങ്ങൾ തച്ചുടക്കപ്പെട്ട മണ്ണ്, 50 ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾക്ക് ജീവൻ ബലിദാനം നൽകേണ്ടി വന്ന മണ്ണ്, അയോധ്യയും കാശിയും മധുരയും അടക്കം 3000-ഓളം ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ട മണ്ണ്. 200 വർഷക്കാലം സായിപ്പ് ഈ മണ്ണ് ഭരിച്ചു. 47-ൽ ഭാരതമാതാവിനെ രണ്ടായി വിഭജിച്ച് സായിപ്പ് മണ്ണ് വിട്ട് പോകുന്നത് വരെ ചരിത്രം രേഖപ്പെടുത്തിയ 2300 വർഷങ്ങൾക്കിപ്പുറവും ഹിമാലയത്തിന്റെ മുകളിൽ കയറി കന്യാകുമാരിയിലേക്ക് നോക്കി വന്ദേ മാതരം മുഴക്കിയാൽ അത് ഏറ്റുവിളിക്കുവാൻ 100 കോടി കണ്ടങ്ങൾ ഇന്നും ബാക്കിയാകുന്നുണ്ട് ഈ മണ്ണിലെന്ന് പറയുമ്പോൾ ഗ്രീക്കും റോമും ഈജിപ്തും മെസൊപ്പൊട്ടേമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടും ചരിത്രം രേഖപ്പെടുത്തിയ 2300 വർഷക്കാലത്ത് നിരന്തര വൈദേശിക ആക്രമണത്തിന് ശേഷവും എന്റെ ഭാരതം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് അഭിമാനമുണ്ടാകും. അതുകൊണ്ട് ഈ ധർമ്മത്തിന്റെ പേരാണ് സനാതനം. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം നാശരഹിതം, ഒരിക്കലും നശിക്കാത്തത്. വിപത്തുകൾ നമ്മെ ചീറിയെടുത്തു നൂറ്റാണ്ടായി. എത്ര ഭയങ്കര ശത്രു പരമ്പര തീയും വാളുമെടുത്തെത്തി. ഉലകം വെല്ലും പോർവിളി പൊങ്ങി ഉയരും രാക്ഷസ ഗർഭങ്ങൾ. ഫണവും താഴ്ത്തി അടങ്ങിയതില്ലേ ഹൈന്ദവ വീരം ദർശിക്കേ. ഹിന്ദുവിന്റെ വീരത്തിന് മുന്നിൽ, വീര ശിവാജിയുടെ വീരത്തിന് മുന്നിൽ ഔറംഗസീബിന് അടിയറവ് പറയേണ്ടി വന്നിട്ടുണ്ട്. റാണാ പ്രതാപ് സിംഗന്റെ വീരത്തിന് മുന്നിൽ അക്ബർക്ക് അടിയറവ് പറയേണ്ടി വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് ചൗഹാന്റെ വീരത്തിന് മുന്നിൽ ഗസ്നിക്ക് അടിയറവ് പറയേണ്ടി വന്നിട്ടുണ്ട്. എപ്പോഴെല്ലാം എന്റെ ധർമ്മത്തെ ഇല്ലാതാക്കുവാൻ ഏതെല്ലാം ശക്തികൾ ഏതെല്ലാം രൂപത്തിൽ വന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ യഥാ യഥാ ഹിധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോഴെല്ലാം ധർമ്മത്തിന് താഴ്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു. ത്രേതായ മന്ദശക്തിശ്ച ജ്ഞാനശക്തികൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലോ യുഗേ. കൃതയുഗത്തിൽ ജ്ഞാനശക്തി കൊണ്ടും ത്രേതായുഗത്തിൽ മന്ത്രശക്തി കൊണ്ടും ദ്വാപരയുഗത്തിൽ യുദ്ധശക്തി കൊണ്ടും ഞാൻ ധർമ്മത്തെ സംരക്ഷിച്ചു. ഏതാണ് ഇത്? കലിയുഗമാണ്. കലിയുഗത്തിൽ സംഘടനാ ശക്തി കൊണ്ടാണ് നാം ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ എറണാകുളത്തപ്പന്റെ ഈ മണ്ണിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ സംഘടനാ ശക്തിയിൽ ഒന്നിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് നമ്മളാണ് കൽക്കിയെ കാത്തിരിക്കരുത്. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോ ഇതി വാമനാരാമോ രാമരാമശ്ച കൃഷ്ണ കൽക്കി വിവേദശ. എപ്പോഴെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ അധർമ്മം വിളയാടിയോ അപ്പോഴെല്ലാം ഞാൻ പല രൂപത്തിലും ഭാവത്തിലും ഈ മണ്ണിലേക്ക് അവതാരം എടുത്തു വന്നിട്ടുണ്ട്. ഞാൻ അവസാനം വന്നത് ഭഗവാൻ കൃഷ്ണന്റെ രൂപത്തിലാണ്. 4,24,000 വർഷമുള്ള കലിയുഗത്തിൽ എവിടെയെങ്കിലും ഞാൻ വരും. പക്ഷെ അതുവരെ നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം ക്ഷമേതേ പ്രവർത്തന്തേ ദൈവം തത്ര പ്രകാശയേത്. ശബരിമല ലഹനാപാത്തിന് ചെല്ലുമ്പോ അയ്യപ്പൻ 2 പുലി അങ്ങോട്ട് വിട്ടാ പോരായിരുന്നു. ഒരു നേതാവിന്റെ ചോദ്യം. അയ്യപ്പന്റെ കയ്യിൽ ഒരുപാട് പുലിയുണ്ട്. ഒരു പുലിയെ വിട്ടിട്ട് ലഹനാപാത്തിനെ പിടിക്കാൻ പറഞ്ഞാൽ പുലി പിടിക്കുകയും ചെയ്യും. പക്ഷെ അയ്യപ്പൻ പുലിയെ വിട്ടാൽ നമ്മുടെ റോളെന്താ? അയ്യപ്പന്റെ സന്നിധാനത്തെ നശിപ്പിക്കുവാൻ കനകദുർഗയും ബിന്ദു അമ്മിണിമാരും ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഈ 6 ഗുണങ്ങളുള്ളവൻ അങ്ങോട്ട് ചെല്ലണം.
താൻ പാതി ദൈവം പാതി എന്നാണ്. ഭഗവാനെ സംരക്ഷിക്കുവാൻ നീ ഉണ്ടെങ്കിൽ ഭഗവാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഭഗവാൻ ഈ കൈകൾ നൽകിയിട്ടുണ്ട്, കണ്ണുകൾ നൽകിയിട്ടുണ്ട്, ചെവിയെ നൽകിയിട്ടുണ്ട്, നടക്കാൻ കാലുകൾ നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഭഗവാൻ ഈ രഹനാപാത്തി എന്ന് പറയുന്ന നിങ്ങളുടെ കൊച്ചിക്കാരിയെ തടുക്കുവാൻ ഭഗവാന്റെ ബുദ്ധനാണോ? വേണ്ടതില്ല. അതുകൊണ്ട് ത്രേതായ മന്ത്രശക്തിശ്ച ജ്ഞാനശക്തികൃതേയുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി. ഈ കലിയുഗത്തിൽ സംഘടനാ ശക്തി കൊണ്ടാണ് നാം ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് ആ മഹത്തായ ഗാനം. ഇനി ഹിമാലയത്തെ കുറിച്ചൊരു ഗാനമുണ്ട്. ഹിമാലയത്തിൽ പോയവരുണ്ടാവില്ലേ? ആരാണ് ഹിമാലയത്തെ ആഗ്രഹിക്കുന്നത്? പക്ഷേ കൈലാസത്തിൽ മാനസ സരോവരത്തിൽ പോകണമെങ്കിൽ ചൈനയുടെ അന്വേഷിക്കും. 1960 ചൈന പിടിച്ചുകൊണ്ടുപോയി. ഭാരതം വിഭജിക്കുന്നത് കണ്ടപ്പോൾ വിന്ധ്യരോട് പർവ്വതം താഴ്ത്തുവാൻ ദേവഗണങ്ങൾ പറഞ്ഞിട്ടും 947 മനുഷ്യന്മാർ ഭാരതത്തെ മതത്തിന്റെ പേരിൽ വിഭജിച്ചു കളഞ്ഞു. മാലികദീനും കൂട്ടരും ഇസ്ലാമതവുമായി ഭാരതത്തിൽ വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് പള്ളി പണിതു കൊടുത്തവരല്ലേ നമ്മൾ? സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് ചർച്ച പണിതു കൊടുത്തവരല്ലേ നമ്മൾ ഹിന്ദുക്കൾ? ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കുന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും അവർക്ക് മാതൃകാ കോളനികൾ പണിതു കൊടുത്തവരല്ലേ നമ്മൾ ഹിന്ദുക്കൾ? ജർമ്മനിയിൽ പിറന്ന കമ്മ്യൂണിസത്തെ അധികാരത്തിൽ 1957 കേരളത്തിൽ കൊണ്ടുവന്നവരല്ലേ നമ്മൾ ഹിന്ദുക്കൾ? ലോകത്തിലെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം വിഷയങ്ങളും മതങ്ങളും ആശയങ്ങളും പിറന്നുവോ അതെല്ലാം തന്നെ എന്റെ മണ്ണിലേക്ക് ചേർത്ത് കോർത്ത് നിർത്തി ഈ മണ്ണിൽ ഹിന്ദുവിന്റെ കൂടെ ജീവിക്കുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഉണ്ടാക്കപ്പെട്ടത് കേവലം 78 വർഷങ്ങൾക്ക് അപ്പുറം 15 ലക്ഷം ഹിന്ദുക്കളുടെ കബന്ധത്തിൽ ചവിട്ടിയാണെന്ന ചരിത്രം കൂടി നമ്മൾ ഓർക്കുമ്പോഴാണ് എന്റെ ഭാരതത്തെ വെട്ടിമുറിക്കുന്നതിന് വിന്ധ്യൻ തയ്യാറായപ്പോൾ വിന്ധ്യനോട് അരുതെന്ന് പറഞ്ഞു ദേവഗണങ്ങളെങ്കിൽ അത് പറയുവാനുള്ള ഇച്ഛാശക്തി മനുഷ്യനില്ലാതെ പോയതുകൊണ്ട് ഭാരതമാതാവ് 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു എന്റെ അഖണ്ഡ ഭാരതം. ഇന്നത്തെ ഗാന്ധാരദേശം, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ മറഞ്ഞു. മഹത്തായ ഗാന്ധാരദേശം മറഞ്ഞു. മഹോദാര ബ്രഹ്മപ്രദേശം മുറിഞ്ഞറ്റു വീണു. മനോരമ്യലങ്ക മഹാദേവിൻ കാലിലെ കൊഞ്ചിലങ്ക എന്ന് ഈ പുസ്തകത്തിൽ കവി പാടിയിട്ടുണ്ട്. ഗാന്ധാരദേശം ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പാഞ്ചാലദേശം ഇന്നത്തെ പാകിസ്ഥാൻ, ബംഗാളദേശം ഇന്നത്തെ ബംഗ്ലാദേശ്, ബ്രഹ്മപ്രദേശം ഇന്നത്തെ മ്യാൻമാർ, ശ്രീലങ്ക 1 ലിറ്റർ ഡീസൽ 296 വില. ആരുടെ സാമ്രാജ്യം? കുബേരന്റെ സാമ്രാജ്യം. കുബേരന്റെ സമ്പത്തിന് ആരാധിച്ചു, ശക്തി ആരാധിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് കുബേരന്റെ സമ്പത്തും ശക്തിയും സ്വർണ്ണമയൂര ലങ്കയും പുഷ്പക വിമാനം വരെ രാവണൻ പിടിച്ചടക്കി. സ്വന്തം ഭാര്യമാരെ പോലും കിട്ടിയില്ല. കൈലാസത്തിന്റെ ചുവട്ടിൽ ശിവനോട് പോയിട്ട് കരഞ്ഞു പറഞ്ഞു, നിങ്ങൾ സമ്പത്തിനെ ആരാധിക്കണം. 1000 തലമുറക്കുള്ള സമ്പത്ത് ഉണ്ടാക്കണം ഹിന്ദുക്കൾ. പക്ഷെ ആ സമ്പത്തിനൊപ്പം ശക്തിയെ കൂടി ആരാധിച്ചില്ലെങ്കിൽ സമ്പത്തെല്ലാം കണ്ടന്മാരെ പിടിച്ചു കൊണ്ടുപോകും എന്നുകൂടി രാവണന്റെയും കുബേരന്റെയും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു എന്നുകൂടി അറിയണം. അങ്ങനെ ഭാരതത്തിലെ ഒത്തുഭാഗങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ഇന്ന് നരേന്ദ്രമോദിജി ഭരിക്കുന്ന ഇന്ത്യയുടെ വലിപ്പം 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ. 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടന്ന എന്റെ ഭാരതം ഈ കഴിഞ്ഞ 500 വർഷത്തിലേക്ക് വെട്ടി മുറിച്ച് കൊണ്ടുപോയപ്പോൾ സ്വതന്ത്ര ഭാരതത്തിൽ 62 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഭാരതത്തിൽ കൈലാസത്തിന്റെയും മാനസ സരോവരത്തിന്റെയും പല ഭാഗങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതും ദയനീയമാണ് എന്നറിയണം. നമ്മൾ 5 യുദ്ധം പാകിസ്ഥാനോട് നടത്തിയിട്ടുണ്ട്, 1 യുദ്ധം ചൈനയോട് നടത്തിയിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ പറയുണ്ടായിട്ടുണ്ട്, ഭാരതം എന്ന രാജ്യത്തിന് 7 അയൽരാജ്യങ്ങളുണ്ട്. അതിൽ അയൽരാജ്യം വളരെ പ്രധാനമാണ് പാകിസ്ഥാൻ, മറ്റൊന്ന് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന. ഈ 4 അയൽരാജ്യങ്ങൾ ഭാരതത്തിനില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിലെ റോഡുകൾ സ്വർണം പൂശിയേനേ എന്ന്. കാരണം നമ്മുടെ സമ്പത്തിന്റെയും ബജറ്റിന്റെയും 40% പ്രതിരോധത്തിന് വേണ്ടി നീക്കിവെക്കേണ്ടി വരുന്നു. ഓപ്പറേഷൻ സിന്ധു നമ്മൾ കണ്ടു. കാശ്മീർ കാണാത്തുന്ന 26 നിങ്ങളുടെ കൊച്ചിയിലെ രാമചന്ദ്രനെ അടക്കം വെടിവെച്ചു കൊണ്ടുവന്നു. കലിമ ചൊല്ലാൻ അറിയാത്തത് കാശ്മീരിൽ പോകുമ്പോ കലിമ എന്ന് പഠിച്ചോളൂ. കലിമ ചൊല്ലാൻ അറിയാത്ത 26 ആളുകളുടെ തലമണ്ടയിലൂടെ വെടിയുണ്ട കടന്ന് ചിതറി തെറിച്ചു പോയപ്പോൾ ഭാരതം ചോദിച്ചു, പ്രതികരിക്കുന്നില്ലേ എന്ന്. ഭാരതത്തിന്റെ തനതായ ശൈലിയുള്ള നമ്മുടെ സൈനികന്മാരുടെയും ഭരണകൂടത്തിന്റെയും അതിശക്തമായ പ്രതികരണത്തിൽ
9 ഭീകര കേന്ദ്രങ്ങളെ നിശേഷം തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം 11 ബ്രഹ്മോസ് മിസൈൽ അങ്ങോട്ട് അയച്ചു. 11 കോടിയാണ്, 35 കോടിയാണ് ഒരു ബ്രഹ്മോസിന്റെ വില. 11 അങ്ങോട്ട് അയച്ചു. 11 താവളങ്ങളെ വ്യോമസേന താവളങ്ങൾ തകർത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഭാരതം എന്ന് പറയുന്നത് നിങ്ങൾ ശക്തി ഉണ്ടായാൽ മാത്രം പോരാ, ശക്തിയെ ചില അവസരങ്ങൾ പ്രദർശിപ്പിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ പല പ്രശ്നങ്ങൾ ഒഴിവായിട്ടും. അതുകൊണ്ട് ബ്രഹ്മോസ് മിസൈലിന് ഇപ്പൊ 22 രാജ്യങ്ങളിൽ നിന്ന് ഓർഡർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് 10 ബ്രഹ്മോസ് വേണം കേട്ടോ. ചൈനകളെല്ലാം ചീറ്റിപ്പോയി. ചൈനയെല്ലാം നമുക്ക് വ്യാജനാണ് ലോകത്തിന് മൊത്തം കൊടുത്തത്. പാകിസ്ഥാൻ കൊടുത്തത് വ്യാജനായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ചീറ്റിപ്പോയി. അതാണ് നവഭാരതം. ആ ഭാരതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഹിമാലയത്തെ കുറിച്ചുള്ള ആ ഒരു സങ്കല്പമുണ്ടല്ലോ. ഹിമാലയത്തെ കുറിച്ച് കവി പാടുന്നത് എന്താണ്? ഇതാണു ഭാരത രജത കിരീടം പാരിന്തോ പുരവാടം. ഇതായുധങ്ങൾ പിറന്നു വളർന്നൊരു ഭൂമി ദേവകവാടം. ഇതാണിതാണാ സത്യോജ്വലമാം ചൈതന്യത്തിൻ നീടം. ഇതാ ഹിമാചല ഭൂമി, ഇതാ ഹിമാചല ഭൂമി. എത്ര മനോഹരമായ വർണ്ണനയാണ് കവി ഇവിടെ പാടിയിരിക്കുന്നത്. നമ്മുടെ സമയം, ഭക്ഷണത്തിന്റെ സമയം കഴിഞ്ഞ് ഞാൻ 10 മിനിറ്റ് നിർത്താം. രാഷ്ട്രത്തെ കുറിച്ച്, ഹിമാലയത്തെ കുറിച്ച്, കന്യാകുമാരിയെ കുറിച്ച്, ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരത വേഗമാണ്. വാട്സപ്പിൽ രസകരമായ ഒരു കഥ വന്നിരുന്നു. പണ്ട് ദൈവം ഭൂമി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പണിക്കാരെ മൊത്തം വിളിച്ചുകൂട്ടി. പണിക്കാരോട് ചോദിച്ചു, ഈ ഭൂമി എന്തൊക്കെ വേണം? അപ്പോൾ ഒരു പണിക്കാരൻ പറഞ്ഞു, ഭൂമിയിൽ നിറയെ മഞ്ഞ് വേണം. ഇന്നത്തെ യൂറോപ്പിന്റെ ഭാഗത്ത് മൊത്തം ദൈവം മഞ്ഞ് വെച്ചു. പിന്നെ ഒരു പണിക്കാരൻ പറഞ്ഞു, ഭൂമിയിൽ ഒരുപാട് മരുഭൂമി വേണം. ഇന്ന് കാണുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രത്തിന്റെ പല ഭാഗങ്ങളിലും മരുഭൂമി വെച്ചു. ഭൂമിയിൽ നിറയെ വനം വേണം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വനം വെച്ചു കൊടുത്തു. അങ്ങനെ പലതും പല സ്ഥലത്തും ഫിറ്റ് ചെയ്ത് ദൈവം ചോദിച്ചു, ഇതെല്ലാം ഉള്ളൊരു ഭൂമി വേണ്ടേ? മഞ്ഞും മലയും മരുഭൂമിയുള്ളൊരു ഭൂമി. അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഭൂമിയുടെ പേരാണ് എന്റെ ഭാരതം. ഇവിടെ മരുഭൂമിയുണ്ട്, ഇവിടെ മഞ്ഞുണ്ട്, ഇവിടെ മലകളുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഒരു ദൈവം എനിക്ക് ചോദിച്ചു, അപ്പൊ ഇവന്മാർ വലിയ അഹങ്കാരികളാവില്ലേ? എല്ലാം ഞാൻ കൊടുത്ത വലിയ അഹങ്കാരികളാവില്ലേ? അപ്പോൾ ദൈവം പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. ഇതിലൊരുത്തൻ പറയുന്നത് മറ്റൊരുത്തനും മനസ്സിലാവില്ല. മലയാളി പറയുന്നത് തമിഴ്നാട്ടുകാരൻ മനസ്സിലാവില്ല, തമിഴ്നാട്ടുകാരൻ പറയുന്നത് കർണാടകക്കാരൻ മനസ്സിലാവില്ല, ഇവൻ പറയുന്നത് ആന്ധ്രക്കാരൻ മനസ്സിലാവില്ല, എല്ലാവരും പറയുന്നത് യുപിക്കാരൻ മനസ്സിലാവില്ല. അപ്പോൾ ചോദിച്ചു മറ്റൊരു ദൈവം, ഇതൊരു ക്രൂരതയല്ലേ? എല്ലാം കൊടുക്കുന്നത് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി ക്രൂരതയില്ലേ? അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഇവരെല്ലാം ഏകോപിപ്പിക്കുവാൻ വേണ്ടി ഞാൻ തന്നെ ഈ മണ്ണിൽ യുഗങ്ങളായിട്ട് അവതരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ബാക്കി എല്ലാ സ്ഥലത്തും ദൂതന്മാരെ, പ്രവാചകന്മാരെ അയക്കുമ്പോൾ ഞാൻ ഭാരതത്തിന്റെ മണ്ണിൽ മാത്രം ഞാൻ തന്നെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ജനിക്കുന്ന മണ്ണ് ഈ ഭാരതമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉത്തർപ്രദേശിൽ മുഴുവൻ സഞ്ചരിച്ചാൽ, അയോധ്യയിൽ ചെല്ലുന്ന സമയത്ത്, രാമന്റെ ജന്മഭൂമിയിൽ ചെല്ലുന്ന സമയത്ത്, പക്ഷേ കർക്കിടകത്തിൽ രാമായണ മാസം ഉത്തർപ്രദേശിൽ അല്ല, അതിന് കേരളത്തിലാണ്. മധുരാപുരിയുള്ളത് ഉത്തർപ്രദേശിലാണ്. ഇവിടെ 2500 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം. പക്ഷേ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടക്കുന്നത് ഇനി കേരളത്തിലാണ്. ഈ ഭാരതം മുഴുവൻ രാമനെയും, രാമനും കൃഷ്ണനും ഈ ഭാരതത്തെ ഒന്നായി ചേർത്ത് കോർത്ത് നിർത്തിയിരിക്കുകയാണ്. രാമനെയും കൃഷ്ണനെയും ശിവനെയും അറിയാത്ത ആരെങ്കിലും ഭാരതത്തിൽ ഉണ്ടാകുമോ? കാശ്മീരുകാരെ കന്യാകുമാരിയിൽ ജീവിക്കുന്നവരെ കണ്ടിട്ട് ഈ ഉച്ചക്ക് സാമ്പാർ കിട്ടിയിട്ടാണ് ഉണ്ടെന്ന് ചോദിച്ചാൽ മനസ്സിലാവോ? മനസ്സിലാവില്ല. പക്ഷെ ജയറാം പറഞ്ഞാൽ ഉടനെ പറയും സീതാറാം, നമസ്തേ പറഞ്ഞാൽ ഉടനെ പറയും നമസ്കാരം. നമ്മളെല്ലാം കോർത്ത് ചേർത്ത് നിർത്തുന്നതാണ് ഈ രാഷ്ട്രത്തിലെ ഓരോ ഐതിഹ്യം പോലും എന്നറിയാം. അതുകൊണ്ടാണ് ഗുജറാത്ത് സാമ്രാജ്യമായ ദക്ഷ പ്രജാപതിക്ക് യാഗം നടത്തുവാൻ ഭൂമി വേണം. എവിടെ പോയി?
അങ്ങനെ തൊട്ടടുത്ത പ്രദേശത്താണ് മൂപ്പര് വന്നത്. കൊട്ടിയൂരില് ദക്ഷ മഹായാഗം നടന്നത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരില്. ദക്ഷ പ്രജാപതിയുടെ സാമ്രാജ്യം ഇന്നത്തെ ഗുജറാത്ത് അടങ്ങുന്ന ഭൂമിയാണ്. അവിടെ ഉണ്ടായിരുന്ന മഹാരാജാവ് സതിയുടെ പിതാവ് ഉത്തമമായ യാഗം നടത്തുവാൻ വേണ്ടി, ഭൂമി കണ്ടെത്തുവാൻ വേണ്ടി വന്നത് എവിടെയാണ്? കൊട്ടിയൂരിലാണ്. ഉത്തമമായ പ്രതിഷ്ഠ നടത്തുവാൻ വേണ്ടി ദേവഗുരുവായ ബൃഹസ്പതിയും വായു ഭഗവാനും സഞ്ചരിക്കുമ്പോൾ ഉത്തമമായ ഒരു സ്ഥലം കണ്ട് പ്രതിഷ്ഠ നടത്തണം, ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠ. ആ ദേവഗുരുവും വായു ഭഗവാനും ചേർന്ന് പ്രതിഷ്ഠിച്ചപ്പോഴാണ് ഗുരുവായൂരുണ്ടാകുന്നത് എന്നറിയണം. എല്ലാത്തിനും ഉദാത്തമായ സങ്കല്പങ്ങളെ ചേർത്ത് കോർത്ത് നിർത്തിയതാണ് ഈ ഭാരതം. ഒരു സ്ഥലത്തിന്റെ നാമത്തിൽ പോലും ഉണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അമ്മമാർ പറയും ഒരു സ്ഥലം കാണാനുണ്ട്. ഏതാണ് സ്ഥലം? അത് സീതത്തോടാണ്. സീതത്തോടോ എന്താ പ്രത്യേകത? ഇവിടെയാണ് വനവാസ സമയത്ത് സീതാദേവി കുളിച്ചത്. തെളിവുണ്ടോ എന്നൊന്നും ചോദിച്ചേക്കരുത്, അവര് ചൂടാം. വനവാസ സമയത്ത് സീതാദേവി കേരളത്തിൽ വന്ന് പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ട് കുളിക്കുവാൻ ശുദ്ധമായ അരുവി കണ്ടപ്പോൾ അവിടെ കുളിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ ഹിന്ദുക്കൾ. വയനാട്ടിൽ ചെന്നാൽ അവർ പറയും ഇവിടെ ഒരു വലിയ പാറയുണ്ട്. ഏതാണ് പാറ? അവർ 5 പാറയാണ് പാണ്ഡവൻ പാറ എന്ന് പറയും. വലിയൊരു പാറയുണ്ട്, ഇവിടെയാണ് ഭീമസേനൻ ഇരുന്നത്. തെളിവുണ്ടോ എന്ന് ചോദിച്ചേക്കരുത്. കാരണം വനവാസ സമയത്ത് പാണ്ഡവന്മാർ ഈ പാറയിൽ വന്നിരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ രാമനും കൃഷ്ണനും ഈ ഭാരതം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്നറിയണം. രാമൻ പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുണ്ട്. സീതാദേവി പ്രസവിച്ച സ്ഥലം വയനാട്ടിലാണെന്ന് പറയുന്നത്. അവിടെ ലവകുശ ക്ഷേത്രമുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ട്. സീതാദേവി അന്തർധാനം ചെയ്തത് പ്രയാഗരാജിന്റെ തൊട്ടടുത്താണെന്ന് അവര് പറയും. ഹരിദ്വാറിലാണ് ദക്ഷന്റെ യാഗം നടന്നതെന്ന് അവര് പറയും. കൊട്ടിയൂരിലാണ് യാഗം നടന്നത്, അത് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഈ വൈവിധ്യങ്ങളിൽ ഏകതയെ കണ്ടവരാണ് നമ്മുടെ പൂർവികന്മാരായ ഋഷി പരമ്പര എന്നറിയണം. ഒരുപാട് കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുവാനുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പാടുവാനും പറയുവാനുള്ള സമയം പരിമിതമായതുകൊണ്ട് അതിൽ 132ാമത്തെ ഒരു ഗാനമുണ്ട്. ശുഭപ്രതീക്ഷയുള്ള ഒരു ഗാനം. ഈ ഭാരതം വീണ്ടും ഒന്നാമത്തെ പാകിസ്ഥാൻ ഭാരതത്തിലേക്കും നമുക്ക് ഇപ്പൊ ചിന്തിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ ബംഗ്ലാദേശൊക്കെ ഭാരതത്തിൽ ലയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. പക്ഷേ ലയിക്കും. അതുകൊണ്ടാണ് 50 കൊല്ലം മുമ്പേ നമ്മൾ പാടി തുടങ്ങിയിട്ടുണ്ട്. പ്രഭാതമാകും വീണ്ടും ഭാരതമൊന്നാകും അഖണ്ഡ ഭാരതമാതാക്കി ജയ ഘോഷം പൊങ്ങും പുനരെങ്ങും മാനസകോടികളൊന്നായി ചേർന്നാൽ മാമല പോലും മലരല്ലേ ദേശപ്രേമം ജ്വലിച്ചുയർന്നാൽ വാരിധി പോലും വരണില്ലേ ശക്തിതൻ പ്രളയജലത്തിൽ കൃത്രിമ ഭിത്തികൾ തകരില്ലേ ദുസ്സഹമാമി ദുരന്ത ചിത്രം ദുസ്വപ്നം പോൽ മറയില്ലേ. ഇതാണ് ഉദാത്തമായ കാഴ്ചപ്പാട്. കൂരിരുൾ നീങ്ങും പ്രഭാതമാകും വീണ്ടും ഭാരതമൊന്നാകും അഖണ്ഡ ഭാരതമാതാക്കി ജയഘോഷം പൊങ്ങും പുനരെങ്ങും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഹിന്ദുക്കളായ നമ്മൾ എന്ത് ചെയ്യണം? അതുകൂടി സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതൊരു ഗാനത്തിലൂടെ കവി പാടുകയാണ്. നമിപ്പു ഞങ്ങൾ സന്തതമങ്ങയിലങ്ങു വിളങ്ങിടും സമത്വ സുന്ദര ഹിന്ദുത്വത്തിൻ വാരകളുടെ സമസ്ത ലോകങ്ങളിലും സുഖവും ശാന്തിയുമേകിയ സവിസ്തരം പൂർവികരാം ഋഷിമാർ അരുളിയ തത്വങ്ങൾ ശരിക്കു നിത്യം പ്രാവർത്തികമായി തീർക്കാൻ ശ്രമിച്ചിടേണം ഹിന്ദുക്കൾ നാം ഒന്നായി പവിത്രമാമി ആദർശത്തെ പരിശ്രമിക്കും പാവികൾ പാടി പരാജയം
ഉത്തമ സത്വഗുണാകര ഭാരതമാവിൻ കീർത്തിയുയർത്താൻ നമ്മൾ ഇവിടെ ഒന്നായി പ്രാർത്ഥിക്കാം. ഭാരത സംസ്കാരത്തിൻ ആസുര സന്ദേശം പതിച്ചുയർത്തുവാനിൽ കിഴക്കുമണ്ണിൽ നിൽക്കും വെക്കും വിത്തുകളോ ഓരോ വഴിക്കുമാണികളാകിയ തോണികൾ കൈകോത്തൊന്നായി ഉറയ്ക്കുകാവൽ നിൽക്കും നടുവിൽ പച്ചവിരിക്കുന്നേ ചെരിപ്പുറക്ക മൊഴിച്ചു കിടക്കും ഭാരതമാതാവേ. നമ്മുടെ ഭാരതമാതാവ് ശരിക്കും ഉറക്കമൊഴിച്ച് കിടക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ വിളി കാത്തുകൊണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ മണ്ണ് മനുഷ്യരെ പാപികളെന്നും കാപ്പലുകളെന്നും വേർതിരിക്കാതെ ഗൃഹന്തോ വിശ്വമായ അമൃതസ്യ പുത്ര എന്ന് പറഞ്ഞ മണ്ണ്. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖ ഭവേത് എന്ന് പറഞ്ഞ മണ്ണ്. തിരുന്നുണ്ടോ വിശ്വമായം അമൃതസ്യ പുത്ര നക്ഷത്രങ്ങളിൽ ജീവനുണ്ടോ എന്ന് അറിയാകാഞ്ഞിട്ടും ഓം ദ്യൗ ശാന്തി അന്തരീക്ഷം ശാന്തി ശാന്തി ദേവ ശാന്തി എന്ന് പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാട് വെച്ചുപുലർത്തിയ എന്റെ പവിത്രമായ മണ്ണ് എന്റെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് ഞാൻ ഈ യജ്ഞവേദിയിൽ നിന്ന് ഈ സപ്താഹയജ്ഞത്തിൽ നുകർന്നു നൽകുന്ന അമൃതത്തെ ഊറ്റിക്കുടിച്ചുകൊണ്ട് വണ്ടുകളായി തേനീച്ചകളായി പറന്നു പോയിട്ട് ഓരോ തേനീച്ചയും മധുമായി ചെന്നുകൊണ്ട് അനേക പരാഗങ്ങൾ നടത്തുന്നതുപോലെ ഈ ഗീതാമൃതം നുകർന്നുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഉദിച്ചൈതന്യ സംഭൂജി സ്വാമികൾ നമുക്ക് നൽകുന്ന ആ ഭാഗവതത്തിന്റെ മധുരത്തെ സമസ്ത ലോകത്തിൽ എത്തിക്കുവാൻ ഈ സുഹൃതം ഭാഗവത മഹായജ്ഞവേദിയിൽ അല്പസമയം എനിക്ക് അവസരം നൽകിയ ഈ സംഘാടകന്മാരുടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ സൂചിപ്പിക്കുന്നു.